ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട് വരെ ഒന്ന് പോകണം, അമ്മേനൊന്ന് കാണണം, അമ്മാമ്മനൊന്ന് കാണണം. കാണാത്ത പോലെ ഉണ്ടല്ലേ. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു സൺഡേ എത്തിയിരിക്കുകയാണ്. അപ്പം അമ്മ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് അതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല, കടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്താമത് ഞായറാഴ്ചയാണ്, അപ്പം അമ്മേനെയും കൂട്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈമാളി പോയിട്ട് വാങ്ങിക്കാന്ന്. അപ്പം അവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഉണ്ടെന്ന് പറഞ്ഞ പോലെ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. അപ്പം അമ്മ പല സ്ഥലത്തേക്കായിട്ട് ഓടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല, വേറെ ഫംഗ്ഷനോ പരിപാടികൾ അമ്മയ്ക്കൊന്നും ഇല്ല എന്ന് പറയണ കേട്ടുന്നെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു വളകാപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട് മുസ്ലിംസിൻ്റെ. അപ്പം അവിടെ പോയിട്ട് ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1:30-2 മണിയാകുമ്പോൾ നേരെ അമ്മനെ വിളിച്ചിട്ട് പറയണം, റെഡി ആയി നിൽക്കാൻ പറയണം. അതുകൊണ്ട് അമ്മേനെയും കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരണം. അത് മാത്രമല്ല, ഇന്ന് വൈകിട്ട് നമ്മുടെ കൂട്ടുകുടുംബമാണ്, നമ്മുടെ വീട്ടിലല്ല, കൊച്ചാരി വീട്ടിലാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകണത് വേഗം എത്തണം, ഒരു 5 മണി 5:15 എത്തണം. അതുകൊണ്ട് ഞാനൊരു 1:30 ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. കാരണം അതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ നമ്മളൊന്നും മേടിച്ചില്ലെങ്കിൽ പോലും മാളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, നമ്മൾ എന്തായാലും ലേറ്റ് ആവും. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് എന്തായാലും ഒരു ചായ കുടിക്കും. പോണ വഴിക്ക് എന്തായാലും അവിടെ വീട്ടിൽ കയറി മുത്തിയമ്മാമനെ കാണും. വരുന്ന വഴിക്ക് എന്തായാലും വീട്ടിൽ കയറി മുത്തിയമ്മാമനെ കാണും. അമ്മാമ്മ എന്തായാലും മിക്കതും വരില്ല, നമുക്ക് വയ്യ നടക്കാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം അമ്മേനായിട്ടുള്ള ഒരു ചെറിയൊരു ഷോപ്പിംഗ് ആണ്. അമ്മയ്ക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചെടുക്കണം ഗൈസ്. അപ്പം എന്തായാലും എൻ്റെ കൂടെ വൈമാളിലേക്ക് അങ്ങനെ നമ്മൾ 2 മണി ആയപ്പോഴേ ലീനമ്മയുടെ അടുത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പം അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളകാപ്പായിരുന്നു എന്ന്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് മത്തടിച്ചിരിക്കുകയാണ്. ഒക്കെ എവിടെ പോയി ഇതിന്റെ ഉള്ളിലത്തെ? ശരി, 1 2 3 4 എണ്ണ അതിനോ 1 2 3 4 എണ്ണ. രണ്ടുപേർക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ മടിയിലിരുന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാട്ടെ, എടുത്ത് വെച്ചിരുന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടുണ്ട് അല്ല വെയിറ്റ് ചെയ്യണത്. അച്ഛൻ്റെ അടുത്തേക്ക് കുറേ പോകാൻ നോക്കി. എൻ്റെ കയ്യിൽ ഓൾറെഡി അയിനൂസ് ഇരിക്കുന്നതുകൊണ്ട് അല്ലുവിന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവനെ മാറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 പേരും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മടിയിലിരുത്തി. ഇതേ ഉറക്കമായിട്ടോ. സാധാരണ ഞാൻ ബാക്കിലിരിക്കുകയാണെങ്കിൽ അയിനും എൻ്റെ മടി കയറിയിരിക്കും, അല്ലുക്കുട്ട സീറ്റിൽ കിടന്നിട്ട് എൻ്റെ മടിയിൽ അവൻ തല വെച്ചിട്ട് ഉറങ്ങാറാണ് പതിവ്. ഇന്നിപ്പോൾ ഞാൻ ഫ്രണ്ടിലിരുന്നുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഉറങ്ങി. സേഫ് നമുക്ക് എപ്പോഴും ബാക്കിലിരിക്കും തന്നെയാണ്. അപ്പോൾ 2 പേരെയും മര്യാദക്ക് ഉറക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ റിച്ച് ആണല്ലോ, റിച്ച് പീപ്പിൾസ് അല്ലേ? ആവോലിക്കറി എന്താണറിയാമ എന്റെ മടി ഇരുന്ന് ഉറങ്ങണ്. വായോ ഇല്ല, ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഞങ്ങൾ ഉണ്ണികളെ കാണിച്ചിട്ടില്ല. ഗ്ലാസ് ഇട്ട് ഞങ്ങൾ താത്തൂലേ? ഇതൊക്കെ വരും ഇവിടെ വരുന്നുണ്ടാ ഉച്ചരിട്ട്. അയ്യോ അമ്മ ഞാൻ കാത്തിരിക്കണ്ടേ? അത് മോശമല്ലേ മോളെ? നാളെ തിങ്കളാഴ്ച അല്ലെങ്കിൽ പറഞ്ഞ പോലെ. അപ്പം അമ്മാമ്മയുടെ ആണെങ്കിൽ കുറച്ച് നാട്ടുവർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അമ്മമ്മ വരില്ല കേട്ടോ. അമ്മമ്മയ്ക്ക് ഒന്നാമത് വൈകിയ ഒരുപാട് നേരമൊന്നും കെട്ടിക്കളിച്ചൊക്കെ നിൽക്കാനും നമ്മളെ കൂടെ നടക്കാനൊക്കെ ആയിട്ട്. അപ്പം അമ്മാമ്മ സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നോളും. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറേ നിർബന്ധിക്കും. ഞാൻ കുറേ ചീത്ത അറിയട്ടോ, ഒരു സ്ഥലത്തേക്കും വരുന്നില്ല എന്ന് പറയുമ്പോഴും ഞാൻ ഇങ്ങോട്ട് തന്നെ ഒരുപാട് തവണ വിളിക്കും പണിക്കാട്ടിക്ക്. അപ്പം അപ്പോൾ അമ്മാമ്മയ്ക്ക് മടിന് വരാനായിട്ട്. അപ്പം ഞാൻ കണ്ടില്ലേ, ഞങ്ങൾ ചോദിക്കുന്നേട്ടില്ലേ അതിനെ. പക്ഷെ അമ്മാമ്മയ്ക്ക് ഒരു എപ്പോഴും എവിടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ത്വരയാട്ടോ. സാധാരണ വയസ്സാവുമ്പോൾ നമുക്ക് ആയൊരു ത്വര വരും അല്ലേ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വൈമാളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇപ്പോൾ അതേ ഗ്രൗണ്ട് ഫ്ലോറിൽ മറ്റേ ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ ചെല്ലണത്. ഇവിടെ നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനില്ല, കാരണം പച്ചക്കറികളും സംഭവങ്ങളൊക്കെ ആയാലും അമ്മ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അധികം പച്ചക്കറികൾ അവിടെ ചിലവാവില്ല, കൂടുതലും മീമിനെ വാങ്ങിക്കാം. ഒരു മീമി കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം 2 ദിവസമെങ്കിലും വീട്ടിലത് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നിഖിൽച്ചാണ്ട് എന്തോ ജിമ്മിന് പോകുമ്പോൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾക്ക് വാങ്ങിക്കുകയാണ്. ഒരു പിങ്ക് കളർ ആപ്പിൾ ഉണ്ടായിരുന്നു, അത് മേടിച്ചു. ഒരു ഷമാമ മേടിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ അതേ കംഫർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
അവിടെ അമ്മയ്ക്ക് ഈ ഡ്രസ്സിൽ ഈ കംഫർട്ട് മുക്കാണ്ട് ഒരു സ്ഥലത്തേക്ക് അമ്മ ഇറങ്ങിയില്ല. കംഫർട്ടും അതേപോലെ തന്നെ സ്റ്റിഫൻ ഷൈനും വാരി കോരി ഒഴിക്കണം ഡ്രസ്സിൽ. അത് പണ്ടേ തൊട്ടുള്ളതാട്ടോ. ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോഴുണ്ടല്ലോ കൈസ്, ചുമ്മാ പറയല്ല, എൻ്റെ ഷർട്ട്, എൻ്റെ വെള്ള ഷർട്ട് ശരിക്കും പിടിച്ചിട്ടുണ്ടെങ്കിൽ കീറ അതേപോലെ സ്റ്റിഫാക്കി വെക്കും. അതുകൊണ്ട് തന്നെ കുറേ സ്റ്റിഫൻ ഷൈൻ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോളറൊക്കെ ചീത്തയാവും, അത് പൊള്ളപ്പനാവും. ആവശ്യത്തിന് ഒഴിക്കില്ല, കൂടുതൽ ഒഴിക്കും ഒരു കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ മണം, കംഫർട്ടിൻ്റെ ഒരു മണമുണ്ട്. ഞാൻ ഇവിടെ ബസ്സിലൊക്കെ കയറുമ്പോൾ എന്നോട് ഫ്രണ്ട്സ് പറയും, ഓ കീർത്തനം വന്നു എന്ന് ശരിക്കും മനസ്സിലാവും കേട്ടോ, ഒരു മണം മൂക്കിക്ക് അങ്ങോട്ട് തുളച്ച് കയറുമെന്ന് പറയും. അപ്പോൾ നിഖിൽ ചേട്ടൻ സോപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോപ്പും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിയേഴ്സ് നോക്കിയപ്പോൾ ആ റേറ്റിന് അഫോർഡബിൾ എല്ലാം തോന്നിയപ്പോൾ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഹെയർ എന്നിട്ട് പീനട്ട് ബട്ടർ അത് നോക്കിയപ്പോഴും ഞങ്ങൾക്ക് ഉദ്ദേശിച്ച സംഭവം ഉണ്ടായിരുന്നില്ല. നമ്മളെന്താ ഡോക്ടർ ഷത്തിൻ്റെ അല്ലല്ല സോറി വേറെ എന്തൊരു ബ്രാൻഡ് നമ്മൾ എടുക്കാറ്. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ സ്റ്റക്കായി പോയിട്ടാണ് മറ്റേ ഫൈറ്റർ ഫിഷിനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിന് 100 ആയിരുന്നു. ഇപ്രാവശ്യം ചെന്നപ്പോൾ ഞാൻ പ്രൈസ് നോക്കിയില്ല എത്രയെന്നോ അതെന്നെയാന്ന് തോന്നുന്നുണ്ട്. പല്ലുക്കുട്ടൻ സ്റ്റിൽ ഉറക്കത്തിലാണ്. ഞാനപ്പോൾ അവൻ്റെ അമ്മരക്കിൽ കൈമാറിയിട്ടുണ്ട്. ഞാൻ മറ്റേ നഗറ്റ്സ് നോക്കായിരുന്നു, ചിക്കൻ നഗറ്റ്സ് നോക്കായിരുന്നു. പാറൂസിനായാലും ഇവർക്കായാലും ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും മേടിക്കുള്ളൂ. ഇപ്പോൾ ഒരുപാട് നാളായി വാങ്ങിച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും അങ്ങാണ്ട് ഒരു 2-3-4 മാസം മുന്നേ അങ്ങാണ്ട് മേടിച്ചു തന്നിട്ട് ചിക്കൻ പോപ്കോൺ എന്ന് പറഞ്ഞിട്ട് ഒരിത്. അത് വാങ്ങിച്ച് ഫിനിഷ് ആവട്ടെ. ഒരു പാക്കറ്റ് ഇത് ഇവർക്ക് കൊടുക്കാനേ ഫുള്ള് ഇവർക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല. കാരണം ഇവർക്ക് 4 പാത്രത്തിൽ പങ്കുവെച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞൂണ്ടും, നിഖിൽ ചേട്ടൻ നിധി ചേട്ടനൊക്കെ കൊടുക്കും, അച്ഛനും കൊടുക്കും. അപ്പോൾ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ. പിന്നെ എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് തൈര് വാങ്ങിച്ചു, ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഷേക്കിലെ ഒറിയോ ബിസ്ക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടാണ്. അമ്മ ഇവിടുന്ന് ഒന്നും എടുത്തിട്ടില്ല, ആകെ കംഫർട്ട് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഈ ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, വീറ്റിൻ്റെ ആട്ട. ഓക്കെ, നിഖിൽ ചേട്ടന് ജിമ്മിന് പോയിട്ട് വരുമ്പോൾ ഇതൊക്കെ അകത്താക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. പിന്നെ അവിടെ സവാളയ്ക്ക് വില കുറവെന്ന് കണ്ടപ്പോൾ അത് എടുത്തു. എത്രയോ 1 കിലോ 4-5 കിലോ ആണ് തോന്നുന്നുണ്ട്. അതൊരു പാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ ഇതുവരെയായിട്ടും ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പിങ്ക് കളറും എടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. കാരണം ഞാനൊരു 1 കിലോ മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ വേണ്ട, ഇനി അത്രയും മേടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെച്ചിട്ട് 2 ഒരേശം വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടാണ് ഈ കാണുന്ന പെൻ ഓയിൽ കേട്ടോ. പെൻ ഓയിലും ബാത്റൂം ക്ലീനറും. എനിക്കറിയില്ല ഗൈസ്, എൻ്റെ വീട്ടിലുണ്ടല്ലോ സ്റ്റോക്കാണ് പെൻ ഓയിലിൻ്റെ. അത് ഒരു കളറല്ല, ഇങ്ങനെ പിങ്ക്, ഗ്രീന്, യെല്ലോ ഒക്കെ ആയിട്ട് 3 കോംബോ ആക്കി വെച്ചിട്ടുണ്ടാവും. ബാത്റൂമിൽ അതാണ് നല്ല സ്മെല്ലാണ്. കാരണം ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതങ്ങോട്ട് ഒഴിച്ചിടും, അതുകൊണ്ട് നല്ല സ്മെല്ലാണ്. അപ്പം ഞാനായാലും അവിടെ കയറുമ്പോൾ ഞാൻ പോന്നിട്ടുണ്ടെങ്കിൽ ആ പെരോയിൽ ജസ്റ്റ് ഒന്ന് തെളിച്ചിടുമ്പോൾ അത് പിന്നെ പ്രാവശ്യം പോകുമ്പോഴേക്കും നല്ല സ്മെല്ലായിരിക്കും. സാധാരണ ഞാനിവിടെ പണിക്കാട്ടിൽ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ അവിടെ അമ്മ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതേപോലെ അമ്മയുടെ കാര്യം ഫോളോ ചെയ്യൂട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേർക്ക് ലോഷൻ മേടിക്കാനാണ് വന്നത്. ലോഷൻ തീർന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോൺസൺസ് ബേബി ലോഷനാണ് റീസെൻ്റായിട്ട് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത് ഓൺലൈനിൽ നിന്നും. അതേപോലെ തന്നെ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും അപ്പോൾ നോക്കിയപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ഓഫർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാൻ നോക്കിയപ്പോൾ ഇവിടെ അത് ഒട്ടുമില്ല. ചെറിയ ട്യൂബാണ് ജോൺസൺസ് ബേബിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ട്യൂബ് വാങ്ങിച്ചിട്ട് കാര്യമില്ല, കാരണം ഒരു 1-2 ദിവസം യൂസ് ചെയ്യാനല്ലോ. ഇവർ 3 പേര് 2 പ്രാവശ്യത്തെ ഗുളിക തേക്കുമ്പോഴേക്കും ഒരു ദിവസത്തിന് പോലും ഉണ്ടാവില്ലത്. അപ്പോൾ ഹിമാലയർ തന്നെ ഒരു ബോട്ടിൽ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ചേട്ടൻ മുടിയുമ്പോൾ തേക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഹെയർ ക്രീം നോക്കാണ്. ഇതെന്ത് പാരച്യൂട്ടിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ ഇവർക്ക് കയ്യെത്ര സ്ഥലത്തേക്ക് സോപ്പൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ എണ്ണൊക്കെ വലിച്ച് താഴ്ത്തി കിട്ടു. ഞാനകം തന്നെ ഒരു കേടുപാടും സംഭവിക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഷാമ്പു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്യാൻ ഞാൻ സാധാരണ മമ്മാർത്തിൻ്റെ ആയിരുന്നു മേടിക്കുക. ഇപ്പോൾ ഇവിടെ ആ ഒരു പോർഷനിൽ കാണാത്തതുകൊണ്ട് പാൻറ്റീൻ്റെ ഒരു ഷാമ്പു എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സംഭവം കിട്ടി. നേരത്തെ ഇത്രയും കളർഫുള്ളായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കോമ്പോ എടുത്തിട്ടുണ്ട് ആ പെൻ ഓയിലിൻ്റെ. പിന്നെ ഇവർക്ക് മിഠായി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് 2 വാങ്ങിച്ചപ്പോൾ കാശിക്ക് മേടിക്കാന്ന് പറഞ്ഞിട്ട് അതിനും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാശിക്ക് മേടിക്കാണ്ട് കേട്ടോ, ഒന്നാമത് ചുമയായിട്ട് ഇരിക്കുക. ചേട്ടൻ എന്നെ കൊല്ലും ഇതും കൂടി വാങ്ങിച്ച് ചെല്ലുമ്പോൾ. അപ്പോൾ ഞാൻ കാശിക്ക് അത് എടുത്തില്ലേ, പോണം വഴിക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കാമല്ലോ, ഫ്രൂട്ട്സോ കാര്യങ്ങളെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കിൻഡർ ജോയ് മേടിക്കാൻ നിന്നില്ല കേട്ടോ. കിൻഡർ ജോയ് അധികം മേടിച്ച് കൊടുക്കാറില്ല. ഇവന്മാർ പോയി സെലക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. കണ്ടാൽ നിഖിൽ ചേട്ടൻ എന്നെ ചീത്തനോണ്ടിരിക്കുക, എന്താണ് കിത്തു കിൻഡർ ജോയിന് എടുത്തു കൊടുത്തത്. പക്ഷെ ഞാൻ എടുത്തു കൊടുത്തതല്ല, ഇവർ താഴ്ത്തിറക്കിയപ്പോൾ ഓരോ ബിൽ സെക്ഷനിൽ അവിടെ മിഠായിയുടെ സംഭവം ഉണ്ടാവില്ലേ, ഓടിച്ചെന്നെടുത്താണ് അവർ. ചോക്ലേറ്റ് ഒന്നായിട്ട് അത്
അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്റ്റുഡിയോയിൽ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. നിഖിൽ ചേട്ടൻ്റെ ചെരുപ്പ് കഴിഞ്ഞ ദിവസം പട്ടി കടിച്ചു ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാ ദിവസവും കൊണ്ട് ഷൂ റാക്കിൽ വെക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ അന്ന് അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് രാത്രിയായി വന്നപ്പോൾ അപ്പോൾ നേരെ അത് താഴത്ത് കൊണ്ട് ഊരിട്ട് വെച്ചു. കറക്റ്റ് അന്നേ ദിവസം തന്നെ വന്നിട്ട് ആളുടെ ചെരുപ്പ് മാത്രം കടിച്ചിട്ട് പോയി. എനിക്ക് തോന്നുന്നു പട്ടികൾക്ക് നല്ല വിദ്വേഷമുണ്ടെന്ന് തോന്നുന്നുണ്ട്. വേറെ നല്ല എപ്പോഴും അപ്പം കണ്ടിട്ടുണ്ടെങ്കിലും കല്ലെടുത്ത് എറിഞ്ഞ് ഓടിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഷൂ നോക്കി തന്നെ കടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷൂ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ ഒന്ന് ബാത്റൂമിൽ പോയി വന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അമ്മേനെയും പിള്ളേരെയും പുറത്ത് ഏൽപ്പിച്ചിട്ട്, അമ്മേനെ ഏൽപ്പിച്ചിട്ടല്ല, പിള്ളേരെ ഏൽപ്പിച്ചിട്ട് ഞാൻ നീൽച്ചാനൊരു ഷൂ നോക്കാൻ വന്നതാണ്. അപ്പോൾ ഷൂ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ 199 199 രൂപയുടെ കുറച്ച് ടീഷർട്ടുകൾ പുതിയത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിമ്മിലൊക്കെ പോകാനായിട്ട് ഇടാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഈ ഒരു സംഭവം ആ ഒരു കളറ് നീൽച്ചാണ്ട് ഇല്ലാത്തതാണ്. അപ്പം അത് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫിനിഷായി പുറത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരട്ടെ ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഇവരെടുത്തിട്ട് ഞങ്ങൾ വണ്ടി ഓടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇനി വേറെ ഒരിടത്തിലില്ല പോകാനായിട്ട്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അപ്പുറത്ത് ഒരു ട്രെൻഡ്സിൻ്റെ മെന്ന് എൻ്റെ കണ്ടു. ഇത്രയായിട്ടും കയറിയിട്ടില്ല കണ്ടു, ട്രെൻഡ്സ് മാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചുമ്മാ ഒന്ന് രസത്തിനൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. വെറും രസത്തിന് ഒന്നും എടുക്കാനെങ്കിൽ പോലും നമുക്ക് ചുമ്മാ കളക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, 2-3 ഡ്രസ്സുകളെ കണ്ടാൽ നമ്മൾ ചുമ്മാ ഒന്നാലും കയറി നോക്കൂലേ, അതേപോലെ കയറി നോക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴത്തെ എത്തിയപ്പോഴാണ് അവിടെ ഷൂസ് അല്ലല്ലോ സോക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് നിഖിൽ ചേട്ടൻ പോയത്. അപ്പോൾ ബില്ല് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ ആളെ കാണാണ്ടപ്പോൾ അപ്പുറത്തെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബില്ലടിക്കാൻ വേണ്ടി പോയിരിക്കട്ടെ. അപ്പോഴാണ് ഇവിടെ അമ്മാമ്മയും മക്കൾ ഈ പണി ഒപ്പിച്ചത്. അവിടെ കുറച്ച് ബാഗുകൾ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ടുണ്ട്. ലേഡീസ് അതിനോ ദേ ചേട്ടൻ വെച്ചു വാ, ജ്യൂസ് മേടിക്കണം. വേണ്ട വേണ്ട, കൊടുത്തോ. എങ്ങനെയോ ആ ബാഗ് അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ബാഗ് വാങ്ങിക്കേണ്ടി വന്നതന്നെ ഇവന്മാരൊരു പൊടിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിൽക്കുന്ന ചേട്ടന്മാർ ഒരു ഹിന്ദി ചേട്ടനും ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ചീത്ത പറഞ്ഞിട്ട് അവിടെ വെപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വിട്ടു. ചായ കുടിക്കാനല്ല പ്രധാനമായിട്ടും എനിക്ക് ഷവർമ്മ, കുറേ ദിവസമായി ഷവർമ്മ തന്നിട്ട്. അപ്പം അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഷവർമ്മ കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. പെടമുട്ടത്തുള്ളൊരു ഫ്യൂസോൾ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ റെഗുലർ ഷവർമ്മ അങ്ങനെ എന്തൊക്കെയായിട്ട് നിഖിൽ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷവർമ്മ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ മയോണൈസ് അടിച്ചു തന്നത്. അപ്പം ഞാൻ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ നീനമ്മ അപ്പുറത്ത് എന്തോ ചായക്കടയുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ 2 ചായ പറഞ്ഞു. അപ്പോൾ ഒരുപാട് നാളായി ഈ ഇങ്ങനത്തെ തരം ഗപ്പീനെ കണ്ടിട്ട് ഗൈസ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടോ. ആരുടെ കയ്യിലും കൈ ഉണ്ടെങ്കിൽ അയച്ചു തരും ഗൈസ്. അങ്ങനെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെന്താ, ഞാൻ ഈ ഒരു ചുരിദാറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, താഴെ കൊടുക്കാം. നല്ല രസമാണ് കേട്ടോ. ഇതിന് അത്ര വലിയ പൈസയും വരുന്നില്ല, പക്ഷെ നല്ല കളറും നല്ലൊരു റോയൽ ലുക്കും അത് തരുന്നുണ്ട് ആ ഒരു പ്രൈസിന്. അപ്പോൾ പോണ വഴിക്ക് അതിന് കുറേ നേരമായി പറയുന്നത് ജ്യൂസ്. അപ്പം അമ്മാമ്മയ്ക്കാണെങ്കിൽ പേരക്കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അങ്ങനെയാണല്ലോ അമ്മമ്മമാർ, സ്വസ്ഥത ഉണ്ടാവില്ലോ. അപ്പോൾ ഒരു ബേക്കറിയിൽ കയറിയിട്ട് ജ്യൂസും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാർസലായിട്ട് ഷവർമ്മ വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് അമ്മയ്ക്കും അമ്മാമ്മയ്ക്കും ഒക്കെ കൊടുത്തു. ഇതേ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക് പോകണം, പണിക്കാട്ടിക്ക് വേഗം പോകണം. കാരണം അവിടെ എൻ്റെ മാമനും അമ്മായും ചുക്കും വെയിറ്റ് ചെയ്യാണ്. അമ്മേനെ കാണാൻ വന്നിട്ട് ഞങ്ങളെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് നിൽക്കുകയാണ്. അപ്പം അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. അപ്പോഴേക്ക് അമ്മ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നത് പൊളിച്ചു വന്നു കേട്ടോ. കാരണം ഞങ്ങൾ അതിൽ നിന്നൊരു കഷ്ണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഞങ്ങൾ തിരിക്കുകയാണ് കേട്ടോ, പണിക്കാട്ടി തിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം കൂടി നിൽക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ വെയിറ്റ് ചെയ്യല്ലേ. അപ്പോൾ അങ്ങോട്ടേക്ക് എന്തായാലും ചെല്ലട്ടെ. കൂട്ടുകുടുംബം ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ കൂട്ടുകുടുംബത്തിന് എത്തിയിട്ടുണ്ട്. ഞങ്ങളവിടെ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 6:30 ആയിട്ടാണ്. മണിക്കാട്ടിലെത്തിയപ്പോൾ അവിടെ നിന്ന് പിന്നെ നേരെ ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ശാലിക്കൊച്ചാരി വീട്ടിലാണ്. അപ്പോൾ ലഡ്ഡു വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കാറിൻ്റെ ചിലവ് കൊടുക്കാൻ വേണ്ടിയിട്ട്. റൂമിലാണെങ്കിൽ പിള്ളേരുടെ ഒരു പടയാണ്. നമ്മുടെ അല്ലു, അയിനു, കാശി, കുഞ്ഞോളു, പാറു, പിന്നെ ലക്ഷ്മിക്കുട്ടീനൊക്കെ ആയിട്ട് നല്ല കളിയിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ ലഡ്ഡൊക്കെ കൊച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പുറത്ത് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ കുടുംബയോഗം സ്റ്റാർട്ട് ചെയ്യുന്നത്.
അല്ല അത് നിന്നിട്ടൊക്കെ ചേച്ചി വായോ എല്ലാവർക്കും എന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ല കൈയടിക്ക് ഹലോ സ്വാഗതമൊക്കെ പറഞ്ഞു കേട്ടോ. അധ്യക്ഷനെ തെരഞ്ഞെടുക്കും. നമ്മുടെ കൂട്ടുകുടുംബം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് തുടങ്ങുക. പിന്നെ വീട്ടിൽ ആരുടെ വീട്ടിലാണ് വെച്ചിട്ടുള്ളത് അയാൾ ആ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. അയാൾ അധ്യക്ഷനെ തിരഞ്ഞെടുക്കും. അപ്പോൾ അധ്യക്ഷനാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുക. മീൻസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കും. കഴിഞ്ഞ പ്രാവശ്യം ആരുടെ വീട്ടിലാണ് കൂടിയത് അതും എന്തൊക്കെ സംസാരിച്ചു എന്നൊരു നോട്ട് ബുക്കിൽ എഴുതിക്കും. അത് പിന്നത്തെ കൂട്ടുകുടുംബത്തിൽ അത് വായിക്കുകയും ചെയ്യും. കാരണം അതിന് തുടർച്ചയായിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ലഡ്ഡു കൊണ്ടുവന്നത് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചു കഴിച്ചു. അതിനുശേഷം ഡിസ്കഷൻസാണ്. ഓരോ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടിലുണ്ടായ ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ, ചെയ്യാൻ പോണ കാര്യങ്ങൾ, ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് പിള്ളേരെ പഠിത്തങ്ങൾ എങ്ങനെ പോകണു, പിന്നെ എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയണമെങ്കിൽ, ചോദിക്കണമെങ്കിൽ, അങ്ങനെയൊക്കെ ആയിട്ടാ. അപ്പം ഇത് അവിടെ ഏകദേശം അതിൻ്റെ പവറായിട്ടുണ്ട്. അപ്പം ഞാൻ പിള്ളേരെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ നല്ല കളിയിലാണ്. അപ്പം അതിന് ശേഷം നമ്മൾ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നു, പത്തിരിയും പെറോട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ കൂട്ടുകുടുംബത്തിന് ആയിട്ട് തന്നെ കുറച്ച് പ്ലേറ്റ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ കുടുംബയോഗത്തിലും ഓരോരുത്തരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഗ്ലാസ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങാണ് വീട്ടിലേക്ക്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിമാർ, വലിയേച്ചി കുഞ്ഞേച്ചി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അവരൊക്കെ വന്നിട്ട് ഒരു നല്ലൊരു കൂട്ടുകുടുംബം തന്നെയായിരുന്നു. അവരും അടുത്ത കൂട്ടുകുടുംബത്തിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ പണികളുണ്ട്. വേറെ നല്ല പാറൂസിന് നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അരി തിളപ്പിച്ച് വെക്കണം. എൻ്റെ ചാക്സുകളിൽ വെക്കും. നാളെ കാലത്തെടുത്ത് ഊറ്റിയാൽ മതിയല്ലോ. പിന്നെ അവൾക്ക് കൊണ്ടുപോകേണ്ട കറികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ തലേദിവസം റെഡിയാക്കി വയ്ക്കും. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പിള്ളേർ വാശിയാണെങ്കിൽ, കാരണം അമ്മ ഇപ്പോൾ റെസ്റ്റിലാണല്ലോ, പിള്ളേർ വാശിയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരാൾക്കായാലും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാമല്ലോ. അപ്പം അങ്ങനെ അരി തിളപ്പിക്കാൻ പറ്റട്ടെ. അപ്പം നാളത്തേക്ക് ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മെനു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മാതള നാരങ്ങ ടിഫിനായിട്ട് കൊടുത്തയക്കാം. അതേപോലെ തന്നെ വെണ്ടക്കായ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും പൊട്ടറ്റോ ആണ് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കാറുള്ളത്, ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട്. ഇപ്രാവശ്യം ലഞ്ചിന് ചോറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് വെണ്ടക്കായ വറുത്ത് കൊടുത്തയച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കുക. കാരണം അവൾക്ക് ഇഷ്ടമാവും. പിന്നെ അവളുടെ കറി മാത്രമല്ല കൂട്ടി തന്നെ കൂടെയുള്ള പിള്ളേരൊക്കെ കറി എടുത്ത് കഴിച്ചോളൂ. അങ്ങനെയൊക്കെ ചെയ്യും. ചില പിള്ളേർ സ്വന്തം കറി മാത്രമല്ല എടുക്കുള്ളൂ, അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കൊടുത്തില്ലെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പാറിൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യവും ഷെയർ ചെയ്യും. പാറ് പറയും എൻ്റെ എല്ലാതും എടുത്തുകൊണ്ട് പോയി അമ്മ, അവർക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മ, അല്ലെങ്കിൽ അവളുടെ നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഷെയറിങ് ആട്ടോ. അപ്പം നമ്മൾ വെണ്ടക്കായ ഫ്രൈ ചെയ്യുക. ഇതേപോലെ സ്ലൈസായിട്ട് നമ്മൾ കട്ട് ചെയ്യും, ചെരിച്ച് കട്ട് ചെയ്യും. റൗണ്ടിലല്ല, ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വറുക്കും. അപ്പോൾ ഇത് ഞങ്ങളൊരു അടിപൊളി കിച്ചൺ ഡാൻസ് ആട്ടോ. ഇത് പതിവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.